ബുള്ളറ്റുകൾക്ക് 10,000, സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ 15,000, മൈലേജ് സെഗ്മെന്റ് ബൈക്ക് ആണെങ്കിൽ 5,000, സ്കൂട്ടർ ആണെങ്കിൽ വീണ്ടും 5,000. അതായത് ഇപ്പൊ ഇവിടുന്ന് റെഡി ക്യാഷ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഓഫറാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെ, പറയുന്ന വിലയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 10ഉം 15ഉം 5ഉം ഒക്കെ വെച്ച് നമ്മൾ കുറച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ മാസം വീഡിയോ ചെയ്യുമ്പോൾ ബുള്ളറ്റുകളുടെ ഒരു കുറവുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അതും മാറ്റിയിട്ടുണ്ട്. ബുള്ളറ്റുകളും കയറിയിട്ടുണ്ട്. സ്പോർട്സ് ബൈക്ക് ഉണ്ട്, എല്ലാത്തിനും ഇതുണ്ട്. നമ്മളിപ്പോ റെഡി ക്യാഷ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഓഫർ കൊടുക്കാൻ എന്താ കാരണം? അതായത് കസ്റ്റമർ തകർക്കട്ടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു റെഡി ക്യാഷ് എടുക്കണ കസ്റ്റമർ. അപ്പോ അതായത് ഒരു വണ്ടിക്ക് ബാധ്യത വരുന്നില്ല. സപ്പോസ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയണേ, ഇപ്പൊ ഈ വണ്ടി ഒരു 1.30 മേടിക്കണി, അവർക്ക് ആ റെഡി ക്യാഷ് എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫർ കൊടുക്കണം. ഒന്ന്, പിന്നെ എന്റെ ഫുൾ ടാങ്ക് ഫ്യൂല്, ഹെൽമെറ്റ്, കാര്യങ്ങളൊക്കെ കിട്ടുന്നു. എങ്ങനെ കണക്കൂട്ടിയാലും ഒരു 10,000 12,000 രൂപ കുറവ് അവർക്ക് വന്ന് ഞാൻ ഓൾറെഡി സെയിൽ ചെയ്യുന്ന റേറ്റ് വിട്ടിട്ട് ലോൺ എടുക്കണ കസ്റ്റമർക്കാണെങ്കിൽ അത്ര ബെനിഫിറ്റിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ 12,000 ബെനിഫിറ്റ് ആയി. പിന്നെ ലോൺ എടുക്കുന്ന കസ്റ്റമർക്ക് 8,000 7,000 ഡോക്യുമെന്റേഷൻ പ്രോസസിങ് ആഡ് ആവും വരുന്നുണ്ട്. ഇത് അതിൽ വരുന്നില്ല. പോരാത്തന്നെ എവിടെ ലോൺ എടുത്തോ 13, 13.5, 14% ഇൻട്രസ്റ്റ് യൂസ്ഡിന് വരും. അത് ഇതൊക്കെ ഒഴിവായി. ഈ നെയിം ട്രാൻസ്ഫർ ഒക്കെ ഒഴിവായി. കാരണം കസ്റ്റമർ ലോൺ എടുത്തോണ്ട് ഷോറൂമാർക്ക് ഇപ്പൊ പുതിയതാവട്ടെ സെക്കൻഡ്സ് ആവട്ടെ ഷോറൂമാർക്ക് ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. ഞാൻ എന്റെ കസ്റ്റമർ ട്രസ്റ്റ് ചെയ്തവർ മാത്രം എന്റെ വണ്ടി മേടിക്കണേ. ട്രസ്റ്റ് ചെയ്യാത്തവർ മേടിക്കാൻ വേണ്ട. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, കസ്റ്റമർ വരുമ്പോ എന്നെ വിശ്വാസം, എന്നെ നോക്കി എന്റെ മുഖത്ത് നോക്കിയിട്ട് വണ്ടി മേടിക്കാം. അത് കഴിഞ്ഞിട്ട് വണ്ടി നോക്കി. കാരണം ഞാൻ അങ്ങനെയാണ് വണ്ടിയെ ട്രീറ്റ് ചെയ്യണേ. അറിയുന്നവർക്ക് അറിയാം. കണ്ടമാനം കസ്റ്റമേഴ്സ് ചിലപ്പോ ഇവിടെ വന്നിട്ടൊന്നല്ല വണ്ടി സെയിൽ ചെയ്യണത്. മീൻസ് നേരിട്ട് കാണാണ്ട് അവര് വണ്ടി കണ്ട് ഫോട്ടോസ് കണ്ട് അവരെ ഇവിടുത്തെ അക്കൗണ്ടിൽ ഫണ്ട് ഇട്ട് അവരെ വീടിന്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ ഞാൻ അങ്ങനെ ഡെലിവറി ചെയ്തു. എല്ലാ കേസും അല്ല, വരാൻ പറ്റാത്ത പ്രവാസികളും ദൂരമുള്ള കസ്റ്റമർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളുടെ കയ്യിൽ പരമാവധി നിങ്ങൾ ഫണ്ടില്ലേ റെഡി ക്യാഷ് ഒപ്പിച്ചിട്ട് വരാം. അല്ലേ ടൈം എടുത്തോ, ഞാനിവിടെ ഉണ്ട്, അടുത്ത സ്റ്റോക്കിലെ വണ്ടി നിങ്ങൾക്ക് മേടിക്കാം. ലോൺ എടുത്ത് വെറുതെ ഫുൾ ജാമാവ് നിൽക്കണ്ട. പിന്നെ തീരെ നിവർത്തില്ലെങ്കിൽ ചെയ്തോളൂ. ഞാൻ എന്റെ സജഷനാണ് പറയണത്. ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾ തീരുമാനം. ഞാൻ നല്ലതേ പറഞ്ഞുതരുള്ളൂ. നിങ്ങൾ കുഴിപ്പോയുണ്ട് അടിപ്പോയുണ്ട് എനിക്ക് യാതൊരു ഗുണമില്ല. നല്ലത് പറഞ്ഞുതരാം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ വാക്ക് നോക്കാം. നിങ്ങൾക്ക് എന്റെ ബെനിഫിറ്റോടുകൂടി ഞാൻ വണ്ടി തരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം റെഡി ക്യാഷ് ചെയ്ത് കഴിഞ്ഞാൽ പേരുമാറിൽ ചെയ്യണത് ഞാനാണ്. ഫസ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഇതിന്റെ നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാനാണ്. വണ്ടി കൊണ്ടായ അന്നോ അതിന്റെ പിറ്റേ ദിവസമോ നമ്മൾ OTP എടുത്ത് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അതിന്റെ തലവേദന അവിടെ കഴിഞ്ഞു. ഫൈനാൻസിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 മാസം പിടിക്കും സാധനം പെരുമാറും. അതിന് മുന്നിൽ വല്ല ചെലാനോ കാര്യങ്ങളോ വന്ന ആ സാധനം RTFCൽ ഹോൾഡ് ആവും. ഇതെന്നെ വിശ്വസിച്ചിട്ടാണ്. നിങ്ങൾ കസ്റ്റമർ വിശ്വസിക്കിനി. അതിനപ്പുറത്ത് ഈ വണ്ടി എനിക്ക് തന്നവർ അതിന്റെ RC ഓണർ ഉണ്ട്, അവർ എന്നെ വിശ്വസിച്ചിട്ട് വണ്ടി തരുന്നത്. കാരണം എന്താണ്, ഇതിന്റെ പേരുമാറലും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇപ്പൊ സലാംക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ സലാംക്കാട് OTP എടുത്ത് സലാംക്കാർക്ക് ഞാൻ ഡയറക്റ്റ് മാറ്റി തരുന്നു. മറ്റേ ഫിനാൻസിന്റെ ഏജൻസിനും ഇറ്റ്സ് ടേക്ക് ടൈം എടുക്കും, സമയം പിടിക്കും. ഇതാവുമ്പോൾ എനിക്ക് മനസ്സമാധാനം ഇവിടെ. അപ്പൊ RC ഓണറും രക്ഷപ്പെട്ട് എനിക്ക് എന്റെ പേയ്മെന്റും കറക്റ്റ് കിട്ടി. എന്റെ മാർജിൻ കുറഞ്ഞോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓഫർ ഇട്ട് തരുന്നത്. അപ്പോഴേക്കും എന്റെ പേരുമാറലും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. 1, 2, 3 ഡീലിംഗ്. ഞാൻ എങ്ങനെയാണോ പർച്ചേസ് ചെയ്യണേ അതേപോലെ തന്നെ സെയിൽ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നത്. തീരെ നിവർത്തിയില്ലെങ്കിൽ ലോണിന്റെ ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ ആ സമയത്ത് തരും. അതേപോലെ തന്നെ എല്ലാ കസ്റ്റമറിനും സിബിൽ ഇല്ലാത്തവർക്കൊന്നും ലോൺ കിട്ടില്ല. പ്രത്യേകം പറയണം, സിബിൽ ഇല്ല. ഞാൻ ഓപ്പൺ മൈൻഡഡ് ആളാണ്. അപ്പൊ നമ്മൾ തുറന്നു പറയുന്നതുകൊണ്ട് പൈസ ഇല്ലാത്തവൻ വണ്ടി മേടിക്കേണ്ടതെന്ന് ചിലർ ചോദിക്കും. കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചോ? പക്ഷെ മക്കളെ, നിങ്ങൾ അധ്വാനിച്ചിട്ട് മേടിച്ചു, നിങ്ങൾക്ക് തന്നെ അതിന്റെ ഗുണമുണ്ടാവും. ആ പൈസക്ക് പിന്നെ 2 വണ്ടിയുടെ കാശായി, 3 വണ്ടിയുടെ കാശായി, ആ ചാർജായി, ഈ ചാർജായി, അവിടെ ചെക്ക് ബൗൺസ് ചാർജ് ഒന്നും ഇതൊന്നും എന്നോട് പറയണ്ട. കാരണം നിങ്ങളുടെ ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കാര്യങ്ങൾ 1, 2, 3 അധ്വാനിച്ചോ മേടിച്ചോ സ്വന്തമായിട്ട് സംതൃപ്തിയായിട്ട് ഉപയോഗിച്ചോ. അല്ലാത്തവൻ ഇത് ലോണായിട്ട് വണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവനിത് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ആഗ്രഹത്തോടുകൂടി മേടിച്ചവൻ 6 മാസം കഴിഞ്ഞിട്ട് ഇത് സെയിൽ ചെയ്യാൻ എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ പുറത്ത് സെയിൽ ചെയ്യേണ്ടി. കാരണം സാധാരണക്കാരനെല്ലാം താങ്ങിക്കൊള്ളുന്നില്ല. അപ്പൊ അത് അവന് ഭാരമായി. ആഗ്രഹത്തോടുകൂടി മേടിച്ചവന് 6 മാസം കൊണ്ട് വണ്ടി കൊണ്ടടക്കാൻ പറ്റില്ല. ഇത്രയും അപ്പൊ ചിലർ ചോദിക്കും, ചേട്ടാ 0 ഡൗൺ പേയ്മെന്റ് ഉണ്ടോ? ഒരു 0 ഡൗൺ പേയ്മെന്റും ഇല്ല. 50,000 രൂപ അടച്ചാൽ ലോൺ കിട്ടും. അപ്പൊ വലിയ ബാധ്യത ഇല്ലാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ബാധ്യത ഇല്ലാണ്ട് നിങ്ങൾ വേണമെങ്കിൽ ലോൺ ആയിട്ട് എടുത്തോ. ഫുൾ ലോൺ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പൊ എന്തായാലും വലിയ നമ്മൾ കാറും ബസ്സൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ലോൺ അല്ലാണ്ട് വേറെ വഴിയില്ല. പക്ഷെ ഇതുപോലുള്ള 2 വീലർ നോക്കുമ്പോൾ മാക്സിമം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ റെഡി ക്യാഷ് കസ്റ്റമേഴ്സിനാണ് ഈ ഓഫർ ഉള്ളത്. ലോണിൽ എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ഓഫർ ഇല്ല, ബാക്കി എല്ലാ ഓഫർ ഉണ്ട്. ആ 360 ദിവസം നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണ്? ഫുൾ ടാങ്ക് ഫ്യൂല് തരാം, 2 ISI ഫുൾ സൈസ് ഉണ്ട്, ഹാഫ് സൈസ് ഉണ്ട്, സ്പോർട്സിന്റെ ഹെൽമെറ്റ് ഉണ്ട്, ഫ്രീ നെയിം ട്രാൻസ്ഫർ, പിന്നെ 6 മാസത്തെ വാറണ്ടി എല്ലാ വണ്ടിക്കും ഇവിടെ തരുന്നുണ്ട്.
പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ലോ കിലോമീറ്റർ ഒഴികെയുള്ള വാഹനങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തായാലും വാഹനങ്ങൾ പരിചയപ്പെടാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കണോ വേണ്ടത്. ആരെയും നിർബന്ധിക്കുന്നില്ല നമ്മള്. അതില്ല, ആ പോളിസി ഇവിടെ ഇല്ല. നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ട് ആദ്യം എന്നെ ഇഷ്ടപ്പെടാം, അത് കഴിഞ്ഞിട്ട് എന്റെ വണ്ടിനെ ഇഷ്ടപ്പെടാം, എല്ലാം പരിപൂർണമായിട്ട് ഓക്കെ ആണോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, പേപ്പറും കാര്യങ്ങളും ഒക്കെ കറന്റ് ആയിരിക്കും, ധൈര്യമായിട്ട് വണ്ടി മേടിക്കും. ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ വണ്ടി മേടിച്ചോ, അല്ലേ വന്ന് നോക്കിക്കോ ഷോറൂമിലേക്ക് വരാനുള്ള കറക്റ്റ് ലൊക്കേഷൻ തൃശ്ശൂർ ജില്ല കയ്പമംഗലം 3 പിടിക്കുക. പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ തൃപ്രയാറ്, കൊടുങ്ങല്ലൂരിൻ്റെ ഒക്കെ നടുക്കായിട്ട് വരും. കയ്പമംഗലം 3 പിടി, അവിടെ നിയർ ബൈ HP പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഒരു 200 മീറ്ററുള്ള പ്രിയദർശിനി ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു. ഇത്രയും വാഹനങ്ങളുടെ ഓരോ വാഹനങ്ങളുടെ പ്രൈസ് പറയുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഓരോ വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് തുടങ്ങാം. ആദ്യം ഹീറോന്റെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഹീറോന്റെ എക്സ്പൾസ് 4V ആണ് വരുന്നത്. ഈ വണ്ടി ജസ്റ്റ് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ 1,48 റേഞ്ച്. ഇതിന് 10,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് 1,38 റെഡി ക്യാഷ് കസ്റ്റമറാണ് ചെയ്ത് തരും. ഈ വണ്ടി വരുന്നത് 2021 ലാസ്റ്റ് ഹീറോന്റെ എക്സ്പൾസ് 2V ജസ്റ്റ് 27,000 കിലോമീറ്റർ. ടയറും കാര്യങ്ങളും ക്വാളിറ്റി നോക്കിയാൽ കാണാം, നല്ല ഹൈ ക്വാളിറ്റി വിത്ത് സ്പെയർ കീ അടക്കുണ്ടാവും. ഇതൊക്കെ ആകുമ്പോൾ 1,28 റേഞ്ച് വരുന്നത്. റെഡി ക്യാഷ് കസ്റ്റമർ ആണെങ്കിൽ 1,18 ചെയ്തു തരും. അതിൽ ഫുൾ ടാങ്ക് ഫ്യൂൽ ഉണ്ടാവും, 2 ഹെൽമെറ്റ് ഉണ്ടാവും, നെയിം ട്രാൻസ്ഫർ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടെ ഇവിടെ ചെയ്തു തരും. നമ്മുടെ എൻഫീൽഡിന്റെ തണ്ടർബേർഡ് 2018 ഡുവൽ ഡിസ്ക് വരുന്ന തണ്ടർബേർഡ് 350X ആണ് ഇവിടെ വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ബാക്ക് ടയറൊക്കെ ഞാൻ പുത്തനിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഈ വണ്ടിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് 1,30 റേഞ്ച് വരെയുള്ള, അതിന് 10,000 രൂപ കുറച്ച് 1,20 ഇവിടെ നിന്ന് ചെയ്തു തരാം. 2021 മോഡൽ സ്റ്റാൻഡേർഡ് 350X ഓണിക്സ് ബ്ലാക്ക് 18,000 കിലോമീറ്റർ, നല്ല ഹൈ ക്വാളിറ്റി ഡുവൽ ചാനൽ ABS വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ ആകുമ്പോൾ 1,62 പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. റെഡി ക്യാഷ് കസ്റ്റമർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നല്ല ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ ബുള്ളറ്റിൻ്റെ അതിൻ്റെ ലെവലിലെ സീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് ടയറൊക്കെ പുത്തന്നെ മറഫിൻ്റെ ഇട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല പട്ടക്കം പോലത്തെ വണ്ടിയാണത്. ഇത് 2021 മോഡൽ സ്റ്റാൻഡേർഡിൽ തന്നെ 350X വേരിയൻ്റ് ആണ്. X വേരിയൻറ്റിൽ മറ്റേ ES 350 ആണ്. സെൽഫും കൂടിയും വരുന്ന സ്റ്റാൻഡേർഡാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ജസ്റ്റ് 31,000 കിലോമീറ്റർ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 1,72 പ്രൈസ് റേഞ്ചിൽ ചെയ്തു തരാം. ഡുവൽ ചാനൽ ABS വരുന്ന K സീരീസ് എഞ്ചിനാണ് വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ ഭാഗത്ത് 2019 മോഡൽ വണ്ടി, 19 മോഡൽ വണ്ടിയൊക്കെ നമുക്ക് ഒരു 1,52 പ്രൈസ് റേഞ്ചിന് ചെയ്തു തരാം. ഡുവൽ ചാനൽ ABS വരുന്ന സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടി, 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഈ ഭാഗത്ത് വരുന്നത് നമ്മളുടെ അതേ സെഗ്മെന്റ് തന്നെ 350 ES സെഗ്മെന്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടി, ജസ്റ്റ് 44,000 കിലോമീറ്റർ ഓടി, നല്ല ഫിനിഷിംഗ് വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ നമുക്ക് ഏകദേശം പ്രൈസ് റേഞ്ച് 1,42 റേഞ്ച്. അതിൽ ഈ പറഞ്ഞ ഓഫ് റോഡ് കൂടി ചെയ്തു തരുന്ന ഒരു ക്ലാസിക് 350യുടെ വരികളാണ് ഇരിക്കുന്നത്. 2017, 18, 19 മോഡൽ വണ്ടി, ജസ്റ്റ് എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ ആണ്. ഈ വണ്ടിക്ക് 23,000 കിലോമീറ്റർ, ഇത് 16,000 കിലോമീറ്റർ. ഈ ഭാഗത്ത് വരുന്നത് ജസ്റ്റ് 34,000 കിലോമീറ്റർ ഓടി നല്ല ക്വാളിറ്റി വണ്ടികളാണ്. BS4 സെഗ്മെന്റും BS3 സെഗ്മെന്റിലുള്ള വണ്ടികൾ. BS3യിൽ ഒരു വണ്ടിയുള്ള, ബാക്കിയൊക്കെ BS4 വണ്ടി, കാർബറേറ്റർ സെഗ്മെന്റ് വണ്ടിയാണ്. വണ്ടിയൊക്കെ നമുക്ക് ജസ്റ്റ് 1,35 പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത്. എല്ലാം ക്വാളിറ്റി 16,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാം കേട്ടോ. അത്ര ക്വാളിറ്റി വണ്ടികളാണ് ഈ ഭാഗത്തിരിക്കുന്നത്. ഗൺ മെറ്റൽ ഗ്രേ 2019 മോഡൽ വണ്ടി, ജസ്റ്റ് 1,54 പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ പറഞ്ഞ റേറ്റിൽ നിന്നും നെഗോസിയേഷനും ഉണ്ടാവും ചെറുതായിട്ട്. അതേസമയം നിങ്ങൾക്ക് ഓഫ് റോഡ് കൂടി കൊണ്ടുപോകാം. നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഇതൊക്കെ ജസ്റ്റ് 47,000 കിലോമീറ്റർ, ഡുവൽ ചാനൽ ABS വരുന്ന വണ്ടിയാണ്. ഡുവൽ ഡിസ്ക് ആണ്. ഇത് ജസ്റ്റ് 46,000 കിലോമീറ്റർ. ഈ വണ്ടി വന്നിട്ട് 42,000 കിലോമീറ്റർ. കണ്ടില്ലേ, എല്ലാ വണ്ടികളും എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ലോ കിലോമീറ്റർ ആണ്. നല്ല ക്വാളിറ്റി വണ്ടികൾ. ഇനി ലോണാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ 50 രൂപ ഡൗൺ പേയ്മെന്റ്. ഡുവൽ ഡിസ്ക് വരുന്ന നല്ല ക്വാളിറ്റി വണ്ടികൾ. ഹിമാലയൻ 2021 മോഡൽ വണ്ടി, നല്ല സ്ലീറ്റ് എഡിഷൻ. ടയറൊക്കെ നോക്കിയാൽ കാണാം, ത്രെഡ് പോലും പോയിട്ടില്ല. ഫാൻസി നമ്പറോട് കൂടിയുള്ള സ്ലീറ്റ് എഡിഷൻ ഹിമാലയനാണ്. 2 ടയറും പുത്തൻ ടയർ, 29,000 കിലോമീറ്റർ ഓടിയ ക്വാളിറ്റി വണ്ടിയാണ്. പ്രൈസ് വരുന്നത് 2,20 കേട്ടോ. ഈ ഭാഗത്ത് വരുന്ന ജാവ 2021 മോഡൽ വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി, ജസ്റ്റ് 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 1,35 പ്രൈസ് റേഞ്ച് ചെയ്ത 21 മോഡൽ ജാവ 42 ആണ്. നമ്മളുടെ ബെനലി വരുന്നത്, ബെനലിയുടെ പ്രൈസ് വീണ്ടും കുറച്ചിട്ടുണ്ട്, 1,85 റേഞ്ചിന് ചെയ്തു തരാം. 2022 മോഡല് സിംഗിൾ ഓണർ, 31,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ബജാജിന്റെ RS 200, അതേസമയം R15, അതേസമയം MT 15,000 രൂപ ഡിസ്കൗണ്ടിലാണ് ഈ വണ്ടികൾ റെഡി ക്യാഷ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 1,28 മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 2023 മോഡലുണ്ട്, 21 മോഡലുണ്ട്, 19 മോഡലുണ്ട്. BS4, BS6 നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ലോണാണ് ഉദ്ദേശിച്ചെങ്കിൽ 50 രൂപ ഡൗൺ പേയ്മെന്റ്.
ഈ ഭാഗത്ത് വരുന്ന യമഹയുടെ V4 ആണ് വരുന്നത്. ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതേസമയം റെഡും ഉണ്ട്. ഈ വണ്ടികളുടെ പ്രൈസ് റേഞ്ച് വരുന്നത് 1.55 മുതലുള്ള വണ്ടികളാണ് വരുന്നത്. അപ്പോൾ 15 രൂപ കുറച്ച് കഴിഞ്ഞാൽ 1.40 2022 മോഡൽ സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടികൾ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ ഫ്രഷ് ക്വാളിറ്റി ഉള്ള വണ്ടികൾ, സ്റ്റിക്കറില്ലാത്ത വണ്ടികളാണ് ഈ വണ്ടികൾ ഇരിക്കുന്നത്. ഒന്നും നോക്കാനില്ല, വണ്ടിയെ ഓടിച്ചാൽ മതി, അത്ര ക്വാളിറ്റി തരുന്ന വണ്ടികളാണ്. ഒന്നും നോക്കണ്ട, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ്, ആൾട്രേഷൻ കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ V3 V4 ഇരിക്കുന്നത്. ഈ ഭാഗത്ത് വരുന്ന V3കൾ 1.40 മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. V3കൾ ബ്ലൂ ഉണ്ട്, മാറ്റ് ബ്ലാക്ക് ഉണ്ട്. ഈ ഭാഗത്ത് വരുന്ന യമഹയുടെ MT-15 MT-ൽ 1.45 മുതലുള്ള MT വരുന്നുണ്ട്. എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ ആണ്. 22,000 ഓടി വണ്ടിയുണ്ട്, 16 ഓടി വണ്ടിയുണ്ട്, 18 ഓടി വണ്ടിയുണ്ട്. നോക്കിയാൽ കാണാം, എല്ലാ വണ്ടികളും സിംഗിൾ ഓണറാണ്. 15,000 രൂപ കൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നല്ല ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുന്നതാണ്. ഒന്നും നോക്കാൻ ടെൻഷൻ അടിക്കേണ്ട, ക്വാളിറ്റി വണ്ടികളാണ്. ഇതൊക്കെ USD4 വരുന്ന വണ്ടികളാണ്. MT-15 ഏകദേശം 50, 52, 55 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് ഈ പറഞ്ഞ R15ഉം MT-കളും. ഈ ഭാഗത്ത് വരുന്ന യമഹയുടെ FZ വേർഷൻ 2 2019 മോഡൽ വണ്ടി 78 രൂപ പ്രൈസ് റേഞ്ചിന് ഈ വണ്ടികൾ വരുന്നത്. ഇതിൽ നിന്നും നമുക്ക് 5,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുന്നത്. നല്ല ക്വാളിറ്റി FZകളാണ് ഇരിക്കുന്നത്. ജസ്റ്റ് 28, 24 കോടി വണ്ടികൾ സിംഗിൾ ഓണർ. നോക്കിയാൽ കാണാം, ഫുൾ ഫിറ്റിംഗ് എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇരിക്കുന്നത്. ഒന്നും നോക്കാനില്ല, ഫുൾ ബ്ലാക്ക്. ഈ ഭാഗത്ത് BS4 സെഗ്മെന്റിന്റെ വണ്ടികളാണ് FZ വേർഷൻ 2 വരുന്നത്. ബജാജിന്റെ NS 200 ABS 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 95 രൂപ പ്രൈസ് റേഞ്ച്. അതിൽ നിന്ന് 10,000 രൂപ കുറച്ചിട്ട് നിങ്ങൾക്ക് 85 രൂപയ്ക്ക് വണ്ടി തരാം. ഒന്നും നോക്കാനില്ല, നല്ല ക്വാളിറ്റി 200 ആണ് ഇരിക്കുന്നത്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, വൈറ്റ് ഗ്രേ കളറാണ്. ഈ ഭാഗത്ത് വരുന്ന ഹോണ്ടയുടെ ഷൈൻ ആണ് വരുന്നത്. 45 രൂപ പ്രൈസ് റേഞ്ച്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ കുറഞ്ഞാലും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇരിക്കുന്നത്. ബജാജിന്റെ പ്ലാറ്റിന, അതേസമയം CT മൈലേജ് സെഗ്മെന്റ് വണ്ടികളാണ്. 2022 മോഡൽ, 2024 മോഡൽ, 2023 മോഡൽ, 2022 മോഡൽ 68 രൂപ റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ 5,000 രൂപ കുറച്ച് 63 രൂപയ്ക്ക് ക്വാളിറ്റി വണ്ടികൾ കേട്ടോ. വണ്ടി എന്ന് വെച്ചാൽ നോക്കിയാൽ കാണാം, 12,000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് ഇതൊക്കെ. ലോ കിലോമീറ്റർ ആണ്, ഫ്രീ സർവീസ് കഴിയാത്ത വണ്ടികളാണ്. ഈ വണ്ടി നോക്കിയാൽ കാണാം, ജസ്റ്റ് 26,000 കിലോമീറ്റർ. നോക്കിയോളൂ, സെക്കൻഡ് ചാവി അടക്കം പൊട്ടിച്ചിട്ടില്ല, അത്ര ക്വാളിറ്റി ഇരിക്കുന്ന വണ്ടികളാണ്. ഇവിടുന്ന് കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഇനി ഒരു ഡീസൽ സർവീസ് പോളിഷിങ്ങും കൂടി ഇത് വണ്ടി ചെയ്തു തരും. ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ച് കസ്റ്റമർ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മളത് ചെയ്തു തരും. അത്രയും സംതൃപ്തിയോട് കൂടിയിട്ടാണ് നിങ്ങൾ വണ്ടി മേടിക്കേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ സംതൃപ്തിയാണ് എൻ്റെ സംതൃപ്തി. വണ്ടി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബൾബ് വർക്ക് ചെയ്യുന്നില്ല, ഓൾമോസ്റ്റ് അല്ല 99.9 ഓക്കെ ആണ്. ഇനി എൻ്റെ കണ്ണിൽ കാണാത്തത് നിങ്ങളുടെ കണ്ണിൽ കണ്ടുപെട്ടാൽ നിങ്ങൾ നോക്കിയിട്ട് അത്രയും സംതൃപ്തിയിൽ നിങ്ങൾ നോക്കിയിട്ട് ഇന്ന സംഭവം കൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തും തരും. അത്തരം സാറ്റിസ്ഫിക്കേഷൻ ആയിട്ട് മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഭാഗത്ത് വരുന്നത് TVSന്റെ റേഡിയോൺ ആണ്. 2023 മോഡൽ വണ്ടി. ജസ്റ്റ് 29,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ 70 രൂപ പ്രൈസ് റേഞ്ച്. 5 രൂപ കുറച്ചിട്ട് 65 രൂപയ്ക്ക് വണ്ടി തരാം. പോരാത്തതിന് ഫുൾ ടാങ്ക് ഫ്യൂൽ വരുന്നുണ്ട്, 2 ഹെൽമെറ്റ് വരുന്നുണ്ട്, നെയിം ട്രാൻസ്ഫർ വരുന്നുണ്ട്. വണ്ടി നോക്കിയാൽ കാണാം, ഷോറൂം ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണ്. ഈ ഭാഗത്ത് വരുന്നത് ഹോണ്ടയുടെ ഷൈൻ ആണ് വരുന്നത്. CB 2023 മോഡൽ വണ്ടി. 85 രൂപ പ്രൈസ് റേഞ്ച്. 5 രൂപ കുറച്ച് 80 രൂപയ്ക്ക് ചെയ്തുതരാം. സ്റ്റിക്കർ ഇല്ലാത്ത വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടി. ജസ്റ്റ് 20,000 കിലോമീറ്റർ ഓടിയ ഷൈനാണ്. ഡിസ്ക് ബ്രേക്ക് വരുന്നത്. പാഷൻ പ്രോ, സ്പ്ലെൻഡർ പ്ലസ്, HF ഡിലക്സ്, ഹീറോന്റെ സെഗ്മെന്റ് വണ്ടി. 2024 മോഡൽ വണ്ടി. 85 രൂപ, 5 രൂപ കുറച്ച് 80 രൂപയ്ക്ക് ചെയ്തുതരാം. സ്പ്ലെൻഡർ ജസ്റ്റ് നോക്കിയാൽ കാണാം, 11,000 കിലോമീറ്റർ. ഒരു വണ്ടി ഹീറോന്റെ ആവട്ടെ ഏത് വണ്ടി 15,000 വരെ ഫ്രീ സർവീസിനോ 15,000 കിലോമീറ്റർ 11,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇത് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ലോ കിലോമീറ്റർ വണ്ടികളാണ്. ജെന്യൂൻ കിലോമീറ്റർ, വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യം വണ്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയാം. ക്വാളിറ്റി വണ്ടികളാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്ത് വരണം നോക്കിയാൽ കാണാം, 19,000 കിലോമീറ്റർ ഓടിയ ഹീറോന്റെ HF ഡിലക്സ് ആണ്. മക്കളെ, ഇങ്ങനത്തെ വണ്ടികളൊന്നും കിട്ടാനില്ല. ഈ പാഷൻ പ്രോ, പാഷൻ പ്ലസ്, സ്പ്ലെൻഡർ, ഇത്രയും ക്വാളിറ്റി വണ്ടികൾ ഒന്നും കിട്ടാനില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ അന്വേഷിച്ചു. ഈ ക്വാളിറ്റി ഞാൻ വെല്ലുവിളിച്ച പോലെ പറയണം, ഇതേപോലെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അതെൻ്റെ കോൺഫിഡൻസ് ആണ്. എനിക്കറിയാം, ഞാൻ അത്ര ക്വാളിറ്റിയിൽ ചെക്ക് ചെയ്തിട്ട് വണ്ടികൾ എടുക്കുന്നത്. ഇതേപോലത്തെ ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ ഹീറോന്റെ പാഷൻ പ്രോ 2020 മോഡൽ, ഹീറോന്റെ ഗ്ലാമർ 2020 മോഡൽ വണ്ടികളൊക്കെ ലോ കിലോമീറ്റർ വണ്ടികൾ. ഇതൊക്കെ സിംഗിൾ ഓണർ. ടയറും കാര്യങ്ങളും ഓരോ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരേ വണ്ടിയല്ലേ. അത്രയും പെർഫെക്റ്റ് ആണ്. ഹോണ്ടയുടെ യൂണിക്കോൺ ആണ്. 2019 മോഡൽ വണ്ടി. ജസ്റ്റ് 32,000 കിലോമീറ്റർ ഓടി. ABS വേരിയന്റ് ആണ്. 85 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. BS4ന്റെ ലാസ്റ്റ് കാറ്റഗറി. ഹോണ്ട SP ഷൈൻ 125 2019 മോഡൽ വണ്ടി. ജസ്റ്റ് 67 രൂപ
അതിൽ നിന്ന് 5000 രൂപ കുറച്ച് 62 രൂപ. എൻ്റെ ഓഫറും കാര്യങ്ങളും കഴിച്ച് 5000 രൂപ അതിൽ വീണ്ടും പോകും. 57 രൂപ എനിക്ക് കിട്ടുന്നത്. പകുതി വില പോലും ഒരു വണ്ടിയുടെ പുതിയതിൻ്റെ വില വരുന്നില്ല. ഈ 15000 20,000 ഒരു വണ്ടിക്ക് ചിന്തിച്ചാൽ മതി. ഇത്തരം വണ്ടികൾക്ക് ഒരു പുതിയത് മേടിക്കുന്നതിൻ്റെ പകുതി വില നമുക്ക് നിങ്ങൾക്ക് വരുന്നില്ല. അതും ലോ കിലോമീറ്ററിൽ വണ്ടി കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി. പെട്ടെന്ന് നമ്മൾ ആ വില കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട. അതിനാണ് ഓഫർ തരുന്നത്, ഈ പറഞ്ഞ പ്രൈസ് ഡിസ്കൗണ്ട് തരുന്നത്. റെഡി ക്യാഷ് കസ്റ്റമർ ആണെന്നുള്ള ഓർമ്മ എപ്പോഴും വേണം കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് യമഹയുടെ ZR സ്ട്രീറ്റ് റാലി ആണ്. അതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി, ഡിജിറ്റൽ മീറ്റർ, അലൈവിൽ ഡിസ്ക് ബ്രേക്ക് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ടയറൊക്കെ നോക്കിയാൽ കാണാം നല്ല ചില്ല് ത്രെഡ് പോലത്തെ ടയറുകൾ. 2 ടയർ കേട്ടോ, ഫ്രണ്ടും അതേ ബാക്കും അതേ സീറ്റും ഒക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, സെക്കൻഡ് ചാവി, എല്ലാ സാധനങ്ങളും റിപ്പയർ ശേഷം വണ്ടി. ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം. ടയറൊക്കെ നോക്കിയാൽ സിയറ്റിൻ്റെ പുത്തൻ ടയറാണ്. ഒരു ടയർ ഇട്ടുണ്ടെങ്കിൽ അത് സിയറ്റോ MRF ആയിരിക്കും, ബ്രാൻഡഡ് ടയർ ഇടുള്ളൂ. ഇതൊക്കെ ഹൈ ക്വാളിറ്റി വണ്ടി, 64 രൂപ റേഞ്ച് വരുന്നുള്ളൂ. ഈ ഭാഗത്ത് വരുന്ന സ്കൂട്ടി പെപ്പ് പ്ലസ് ജസ്റ്റ് 10000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല സ്റ്റാൻഡേർഡ് കളറാണ്, ബ്രൗണും ബ്ലാക്കും കൂടി വരുന്നത്. ജസ്റ്റ് 59 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ഈ ഭാഗത്ത് പറഞ്ഞ TVSൻ്റെ മൈലേജ് സെഗ്മെൻറ്റുള്ള വിഗോ 110 ആണ്. ജസ്റ്റ് 58 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുള്ള ലോ കിലോമീറ്റർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 ടയറും പുത്തൻ ടയർ, ഗാർഡ് കാര്യങ്ങളൊക്കെ പുതിയതാണ്. അത്രയും ക്വാളിറ്റി. വണ്ടീനെ കുറിച്ച് ആലോചിക്കേണ്ട, ആ ടെൻഷൻ വേണ്ട, വണ്ടി ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഈ ഭാഗത്ത് വരുന്ന TVSൻ്റെ ജുപ്പിറ്റർ 2019 മോഡല്, ആക്റ്റീവ 18 മോഡല്, ഏവിയേറ്റർ 19 മോഡല്, എൻടോർക്ക് 19 മോഡല്, ഡിയോ 20 മോഡല്, ഡിയോ 22 മോഡല്, നമ്മളുടെ TVSൻ്റെ ജുപ്പിറ്റർ 23 മോഡൽ. ഈ വണ്ടികളുടെ എല്ലാ റേറ്റും കാര്യങ്ങളും ഇവിടുത്തെ ഇൻസ്റ്റാ പേജായ പ്രിയദർശിനി മോട്ടോർ പാലസിൽ ചെക്ക് ചെയ്താൽ കാണാം. നിങ്ങൾ വന്ന് കണ്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ കയ്യോടെ പർച്ചേസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. പണ്ട് കാലത്ത് ഇതിനേലും കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ അത്ര വണ്ടികളില്ല. ഇനി വണ്ടികൾ കുറയുന്നതാണ് ഞാൻ പറയണത്. കാരണം അങ്ങനെയാണ് പോക്ക്. അപ്പോൾ അത് ഞാൻ പറയണത് നേരത്തെ ഇവിടുത്തെ സ്റ്റൈൽ അനുസരിച്ച് സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടികൾ, ഹൈ ക്വാളിറ്റി വണ്ടികൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ നല്ല റേറ്റിന് വിത്ത് RC ബുക്ക്, NOC ഉണ്ടെങ്കിൽ NOC, ഡയറക്റ്റ് RC ഓണർ, ആധാർ കാർഡായിട്ട് വന്നാൽ നിങ്ങളുടെ വണ്ടി കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് എവിടുത്തെ കസ്റ്റമർ ആയിക്കോട്ടെ, വണ്ടി ക്വാളിറ്റി ആണോ ഇവിടുത്തെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആ വണ്ടിയുടെ ഫോട്ടോസ് ഡീറ്റെയിൽസ് അയക്കുക. ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ ഇതേപോലത്തെ ക്വാളിറ്റി നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം ഞാനത് പർച്ചേസ് ചെയ്യും. 1. പിന്നെ എക്സ്ചേഞ്ചസ് എടുക്കുമെന്ന് ചോദിച്ചാൽ എടുക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണെങ്കിൽ എക്സ്ചേഞ്ചും എടുക്കും. അതും പഴയ മോഡൽ എടുക്കില്ല. BS4ഉം BS6ഉം 17 മോഡലിന് ശേഷമുള്ള നല്ല ക്വാളിറ്റി വണ്ടികൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എക്സ്ചേഞ്ച് എടുക്കും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യമാണ്, ലോൺ അത്യാവശ്യമാണ്, നല്ല സിബിൽ സ്കോർ നിങ്ങൾക്ക് ഉറപ്പ് വേണം. നിങ്ങളുടെ പ്രൊഫൈൽ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കസ്റ്റമർ ഇപ്പോൾ വേറെ സ്ഥലത്ത്, ചില കസ്റ്റമറിന് ഒരു ധാരണ ഉണ്ട്, വേറെ സ്ഥലത്ത് നോക്കി റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവിടെ റിജക്റ്റ് ആയെങ്കിൽ ഇവിടെ റിജക്റ്റ് ആവും. ലോൺ ബാങ്കുകളൊക്കെ എല്ലായിടത്തും സ്ലോട്ട് എല്ലായിടത്തും സെയിം ആണ്. സിബിൽ സ്കോർ എന്ന് പറഞ്ഞ സാധനം ആധാർ കാർഡ് ബേസിസിൽ ചെയ്യുമ്പോൾ ഏത് ബാങ്കിൽ നോക്കിയാലും ആ സിസ്റ്റത്തിൽ അവർക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന എലിജിബിലിറ്റി ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. അല്ല പരീക്ഷണത്തിന് വേണ്ടി ചുമ്മാ ലോൺ ചെയ്ത് സമയം കളഞ്ഞ്, എൻ്റെ സമയം കളഞ്ഞ്, എക്സിക്യൂട്ടീവിൻ്റെ സമയം കളഞ്ഞ് നിങ്ങൾ ലോൺ ചെയ്ത് നോക്കിയാൽ അത് പാസ്സായിക്കോളാം നിങ്ങൾക്ക് ഉറപ്പില്ല. നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ട്രാക്ക് കറക്റ്റ് ആണോ, നിങ്ങൾക്ക് ലോൺ കിട്ടുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ, അന്നാ വന്ന് നിങ്ങൾ നേരം കളയണ്ട, വന്ന് ലോൺ ചെയ്ത് വണ്ടി കൊണ്ടുപോക്കോ. അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫറിൽ റെഡി ക്യാഷ് വണ്ടികൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ വാക്കുകൾ ചുരുക്കണ്, ഇത്രയും നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്തും ബാക്കി എന്ത് വിശേഷം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മുഖാമുഖം സംസാരിക്കുക. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊപ്പം ഞാൻ സംസാരിക്കും. നിങ്ങളുടെ ടൈം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാം. എപ്പോൾ വരുമ്പോഴും കോൺടാക്റ്റിൽ വിളിച്ചിട്ട് വരണം. കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ എല്ലാ ദിവസം ഷോപ്പ് ഓപ്പൺ ആണ്. എന്തെങ്കിലും സാങ്കേതിക തിരക്ക്, എന്തെങ്കിലും വണ്ടി പർച്ചേസിനോ എൻ്റെതായ പേഴ്സണൽ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ കാണാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾ വിളിച്ചിട്ട് വരണമെങ്കിൽ ലോങ്ങിലേക്കൊന്നും ഞാൻ പോകില്ല. ഏകദേശം ഒരു 10-15 അരമണിക്കൂർ കൊണ്ട് ഞാൻ വരും. എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കുക, എന്നായിട്ട് സംസാരിച്ചിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവും, നോക്കി സംസാരിച്ചിട്ട് കാര്യങ്ങളില്ല. അറ്റ് എനി ടൈം എന്നെ വിളിച്ചാൽ കിട്ടും. ഇവിടുത്തെ നമ്പറിൽ ഒരു തവണ വിളിച്ചാൽ മതി. 3 കോൺടാക്റ്റിലും ഒരു തവണ വിളിച്ചാൽ മതി. എന്തെങ്കിലും തിരക്കാണെങ്കിൽ എടുക്കില്ല, അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രേക്ഷകർക്ക് ഓക്കെ.